ദൈവത്തിന്റെ മഹത്വം വെളിപ്പെട്ടപ്പോൾ പത്രോസ് പറഞ്ഞു ഇവിടെ ആയിരിക്കും നല്ലതാണ്. ആര് പ്രാർത്ഥിക്കാൻ ചെന്നാലും പ്രാർത്ഥിച്ചത് അത് ചെറുപ്പത്തിൽ ആരോ കൈവശം തന്നതാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ആയിപ്പോയെന്ന് പറയുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് തന്ന കൈവശം അതിപ്പോ എവിടെ കിടക്കുന്നതെന്ന് അറിയില്ല. പക്ഷെ വർഷങ്ങൾക്ക് മുമ്പ് തന്ന കൈവശം കൊണ്ട് ഇന്നിപ്പോ അനുഗ്രഹമില്ലാതെ കിടക്കുക. കൈവശമാണെന്ന് പറഞ്ഞിട്ട് അതിന് പ്രതിവിധിയായിട്ട് എന്തെങ്കിലും നിങ്ങളോട് പറയുമ്പോ അത് അനുതാപിച്ച് ഏറ്റുപറഞ്ഞ് കുമ്പസാരിച്ച് ഏറ്റുപറഞ്ഞ് കർത്താവിന്റെ തിരുശരീര രക്തങ്ങൾ യോഗ്യതയോടുകൂടി സ്വീകരിക്കുന്നതാണ് ഇതിനുള്ള പരിഹാരം. ഏക പരിഹാരം എന്ന് പറയാതിരിക്കുകയും മറ്റെന്തെങ്കിലുമാണ് ഇതിന് പരിഹാരമെന്ന് നിങ്ങളോട് പറയുകയും ചെയ്താൽ നിങ്ങൾ ആരും അത് ചെയ്യേണ്ടതല്ല. എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം തന്റെ ബലിയിലാണ് പുത്രനായ ഈശോ, പിതാവായ ദൈവത്തിലൂടെ പുത്രനായ ഈശോ പൂർത്തിയാക്കിയത്. എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം കുരിശിലാണ്. കർത്താവിന്റെ ബലിയിലാണ് നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം. അതിനപ്പുറമാണ് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നത്. അതിനപ്പുറത്താണ് എന്ന് പറഞ്ഞാൽ ദയവായിട്ട് വഞ്ചിക്കപ്പെടരുത്. അപ്പോ ഇത്രേ ഉള്ളൂ. പരിശുദ്ധാത്മാവിന്റെ സ്വരത്തിന് വിപരീതമായിട്ട് നമ്മളോട് സംസാരിക്കുന്നത് മനസ്സിലാക്കാൻ ഇത്രയും ശ്രദ്ധിച്ചാൽ മതി. നമ്മുടെ മനസ്സ് ആ വാക്കുകൾ കേട്ടതിന് ശേഷം കൂടുതൽ ഭാരപ്പെട്ടുവോ അസ്വസ്ഥപ്പെട്ടുവോ നിരാശപ്പെട്ടുവോ സങ്കടപ്പെട്ടുവോ എന്ന് മാത്രം ആത്മശോധന ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ അത് അതുപോലെ തന്നെ തള്ളിക്കളയേണ്ടവയാണ്. എന്റെ മനസ്സിൽ ഒത്തിരി സങ്കടം ഉണ്ടായി, ഞാൻ പാപം ചെയ്തതിനോർത്ത്, തെറ്റ് ചെയ്തതിനോർത്ത്, ദൈവത്തെ നിഷേധിച്ചതിനോർത്ത് മനസ്സിൽ വിഷമവും ഭാരവും ഒക്കെ ഉണ്ടായി. അതിന്റെ അനുതാപത്തിലേക്ക് നയിച്ചു. ഒരു കുമ്പസാരത്തിലേക്ക് എത്തിച്ചു. എന്റെ ജീവിതം വിശുദ്ധീകരിക്കപ്പെടാൻ വേണ്ട അസ്വസ്ഥയാണ് എനിക്കുണ്ടായിരുന്നെങ്കിൽ ഓക്കെ. അതല്ലാതെ മനസ്സിന്റെ സമാധാനവും സ്വസ്ഥതയും തല്ലിക്കടത്തുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നുള്ളതല്ല. അറിയുന്നതായതുകൊണ്ട് വിളിച്ചത് പറഞ്ഞാ ഇങ്ങനെ ഞങ്ങളുടെ വീടിന്റെ മറ്റേ കല്ല് വെക്കുന്ന സ്ഥലം, ആദ്യത്തെ കല്ലിടുന്ന സ്ഥലം, കഷ്ടം വരണം. ഞാൻ വരാൻ കുഴപ്പമൊന്നുമില്ല, എപ്പോഴാന്ന് ചോദിച്ചു. പറഞ്ഞു 10നും 10:30ക്കുമാണ് നല്ല സമയം എന്ന് പറഞ്ഞു. 10:10 അച്ഛനോട് പോലെ 10നും 10:30ക്കാണ് അതുകൊണ്ട് നല്ല സമയമാണ്, അപ്പനോട് പറയാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞത് ആരാ പറഞ്ഞേ? ശരി പറഞ്ഞു, അത് ആ സമയത്താണ് നല്ല സമയം. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ വരണമെന്നുണ്ടെങ്കിൽ 10നും 10:30 ഒഴിച്ച് ബാക്കി ഏത് സമയത്ത് ഞാൻ വരും. സമയത്ത് എനിക്ക് തിരക്കുണ്ടായിരുന്നു. ഒരു കാര്യം ചെയ്യുക, ഒരു 8നും 8:30ക്കോ 9നോ 9:30ക്കോ 10നോ ഒക്കെ ആക്കിക്കോ. 10:30 മുതൽ ഞാൻ അങ്ങോട്ട് പഠിക്കുക. 10നും 10:30 ഇടയ്ക്ക് ഞാൻ പഠിക്കുക. എന്നിട്ട് വികാരിച്ച് വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. വികാരിച്ചിട്ട് പറഞ്ഞു അപ്പൊ വേറെ അച്ഛന്മാരുണ്ടെങ്കിൽ ചെയ്തോളാം പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് എന്നെ വിളിച്ചാണ്. ഞാൻ പറഞ്ഞത് പുള്ളി ഭയങ്കര ആഗ്രഹമായതുകൊണ്ട് വിളിച്ചാണ്. ഞാൻ പറഞ്ഞു എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ വരുന്നതിനൊന്നും കുഴപ്പമില്ല, കല്ല് കിട്ടുതരാം. പക്ഷെ ഞാൻ 10നും 10:30 ഇടയ്ക്ക് വരിക. വേണമെങ്കിൽ 10:30ക്കും 11നും വരാം, വേണമെങ്കിൽ 9:30ക്കും 10നും ഇടയ്ക്ക് വരാം. കാരണം ദൈവം സൃഷ്ടിച്ചതെല്ലാം നല്ലതാണ്, നമുക്ക് എല്ലാ സമയവും നല്ലതാണ്. ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ എല്ലാ സമയവും നല്ലതാണ്. അവന്റെ ദൈവത്തോട് ചേർന്നിരിക്കുന്ന ജീവിതത്തിന്റെ എല്ലാ വേളകളും നല്ലതാണ്. അതുകൊണ്ടല്ലേ പത്രോസ് പറഞ്ഞല്ലോ നമ്മൾ ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ്. ദൈവത്തിന്റെ മഹത്വം വെളിപ്പെട്ടപ്പോ പത്രോസ് പറഞ്ഞു ഇവിടെ ആയിരിക്കും നല്ലതാണ്. മലമുകളിൽ ആ താബോരിന്റെ മകൾ പോകും അറിയാം, എന്തോരം കഷ്ടപ്പെട്ടതിന് മണ്ട കയറണമെന്ന് അറിയാവോ. വെള്ളം കിട്ടിയതല്ല, ഭക്ഷണം കിട്ടിയതല്ല. കുറച്ച് ദിവസം അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ പട്ടിണി കൊണ്ട് ചിലപ്പോൾ ചത്തുപോകും. പിന്നെ മയിലുകൾ താഴെ കയറണം മല കിട്ടണമെങ്കിൽ. അവൾ ഇവിടെ ആയിരിക്കും നല്ലതാണെന്ന്. അതല്ലേ അവിടെ ആയിരിക്കും നല്ലതായത്? അവിടെ ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റി. കേട്ടോ, അപ്പൊ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന ജീവിതത്തിന്റെ എല്ലാ നിമിഷങ്ങളും നമുക്ക് നല്ലതാണ്. ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന സമയം നല്ലത്, ഇന്ന സമയം ചീത്ത എന്നുള്ളതില്ല. എല്ലാ സമയവും നമുക്ക് നല്ലതാണ്. ഇന്ന സമയത്താണെങ്കിൽ ഞാൻ വരാം, ഇല്ലെങ്കിൽ ഞാൻ വയ്യല്ലെന്ന് കട്ടായം പറഞ്ഞു. പക്ഷെ അത് അച്ഛൻ അങ്ങനെ പറയുകയാണെങ്കിൽ കുഴപ്പമില്ല. അതല്ല ഞങ്ങളുടെ നിങ്ങളെ പറഞ്ഞുകൂടാ, കുഴപ്പമില്ല, ഞാൻ വന്നേക്കാം. അവർ അങ്ങനെ 9 മണിക്ക് ആക്കി. ഇനിയിപ്പോ എല്ലായിടത്തും പറഞ്ഞത് 10 മണിന്നാണ്. ഇപ്പൊ മാറ്റി പറയാൻ ഇച്ചിരി സമയം വേണം. വളരെ കുഴപ്പമില്ല, 9 മണിക്ക് ആക്കി, കുഴപ്പമില്ല. അതിരിക്കുന്നത് ഞാനിവിടെ നിന്ന് കുറച്ച് വചനമൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ആ പുസ്തകത്തിൽ നിന്ന് കുറച്ച് വചനമൊക്കെ തപ്പിയെടുത്ത് ഞാൻ കുറച്ച് വചനമൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഈ ഇതിന്റെ കൂടെ ഇതിന് അടി വെക്കാനായിട്ട് നാളെ അപ്പോഴാണ് ഈ പറയുന്ന പഞ്ചലോഹമായിട്ട് വരുന്നത്. ഞാനാണ് വെഞ്ചിരിക്കുന്നതെങ്കിൽ ഇത് വെക്കുക. ഞാൻ വിശ്വസിക്കുന്ന കർത്താവ് പഞ്ചലോഹത്താൽ അനുഗ്രഹം തരുന്നവനല്ല. പഞ്ചലോഹത്താലല്ല അനുഗ്രഹിക്കപ്പെടുന്നത്. ഒരു ദൈവ പൈതൽ, ഒരു കുടുംബം അനുഗ്രഹിക്കപ്പെടുന്നത് ദൈവത്തോടുള്ള ബന്ധത്താലാണ്.